മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തന്മാരിൽ ഒരാളും കോട്ടയം ഭദ്രാസനത്തിലെ സാരഥിയുമായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത കാലം ചെയ്തിരിക്കുന്നു. വളരെ നാളുകളായി അഭിവന്യ തിരുമേനി പലതരം രോഗങ്ങളാൽ വലഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ദേഹവിയോഗം ഉണ്ടായത് പെട്ടെന്നായതുകൊണ്ട് ഈ വാർത്ത സഭാസ്നേഹികളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നുള്ള നിലയിൽ സഭ മുഴുവനും അറിയപ്പെട്ടിരുന്ന ആളാണ് അഭിവന്യനായ ഇവാനിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി. പ്രകൃതിയെയും മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു അഭിവന്യനായ തിരുമേനി. തിരുമേനി സ്ഥാപിച്ച് വളർത്തിയതായ ഞാലിയാകുഴി ആശ്രമത്തിൽ അതിൻ്റെ കോമ്പൗണ്ടിൽ ഇല്ലാത്തതായ മരങ്ങളില്ല എന്നാണ് എല്ലാവരും സാക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ളതായ സ്നേഹം തിരുമേനി അങ്ങേയറ്റം പ്രദർശിപ്പിച്ചിരുന്നു. മനുഷ്യർ ആവശ്യക്കാരൻ അടുത്തു വന്നാൽ അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു തിരുമേനി. ഇതിലെല്ലാം ഉപരിയായിട്ട് കിഴക്കൻ ആത്മീകത എന്താണ് എന്നുള്ളത് ആഴമായി മനസ്സിലാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു തിരുമേനി. കിഴക്കൻ ആത്മീകത എന്ന് പറയുന്നത് ഗ്ലാമറിൻ്റെ ആത്മീകതയല്ല, സഹനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീകതയാണ് എന്ന് തിരുമേനി എന്നും പഠിപ്പിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു മുൾക്കിരീടവും കുരിശും മരണവും സഹിച്ചതുപോലെ തന്നെ അനുഗമിക്കുന്നതായ ഓരോ ക്രിസ്ത്യാനിയും സഹനത്തിന് തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ളതായ ആത്മീക വളർച്ചയുണ്ടാകുന്നത് എന്ന് തിരുമേനി എന്നും പഠിപ്പിച്ചിരുന്നു. അത് തൻ്റെ ജീവിതത്തിൽ തിരുമേനി പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. വളരെ നിശബ്ദനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് തിരുമേനി. ഒരു തികഞ്ഞ സന്യാസി വര്യനായി ആത്മീയമായ ചൈതന്യം ആ മുഖത്ത് എപ്പോഴും പ്രകടമായി. തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ കോട്ടയം ഭദ്രാസനം മാത്രമല്ല സഭ മുഴുവനും വളരെയധികം വേദനിക്കുന്നു. കാരണം സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയ്ക്ക് യഥാർത്ഥമായിട്ടുള്ള ദിശാബോധം നൽകുന്നതിന് തക്കതായ ആത്മീക ചൈതന്യമുള്ള ഒരു പിതാവായിരുന്നു തിരുമേനി എന്ന് എല്ലാവരും ഗണിച്ചിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ ദേഹവിയോഗം ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളതിന് സംശയമില്ല. തിരുമേനി ലൗകിക ലാഭത്തെ അധിഷ്ഠിതമാക്കി ലക്ഷ്യമിട്ട് ഒരിക്കലും ജീവിച്ചിരുന്നില്ല. ലാഭവും നഷ്ടവും നോക്കാത്ത ഒരു കച്ചവടക്കാരനായിരുന്നു തിരുമേനി. തിരുമേനിക്ക് പണം വരുന്നതും പോകുന്നതും ഒരു പ്രശ്നമല്ലായിരുന്നു. ആത്മീക ലാഭനഷ്ടങ്ങൾ മാത്രമേ ആ പിതാവ് കണക്കിട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അനേകരെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ ഒരു ഷെമ്മാശനായിട്ട് അധ്യാപകനായി പ്രവേശിച്ചതാണ്. ആ നാൾ മുതൽ ഇന്ന് വരെയും മെത്രാപ്പോലീത്ത ആകുന്നതുവരെ ഫുൾ ടൈം അധ്യാപകനായും മെത്രാപ്പോലീത്ത ആയതിനു ശേഷം ഭദ്രാസനത്തിൻ്റെ തിരക്കുകളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് പാർട്ട് ടൈം അധ്യാപകനായും തിരുമേനി സെമിനാരിയിൽ ജോലി ചെയ്തിരുന്നു. തിരുമേനിയുടെ ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആത്മീകമായിട്ടുള്ള നിറവും ചൈതന്യവും പകരുന്നതായി. താൻ വിശ്വസിച്ചിരുന്നതായ കാര്യങ്ങൾ തച്ചുടയ്ക്കുവാൻ തിരുമേനി ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. താൻ വിശ്വസിച്ചിരുന്നതായ ആത്മീക കാര്യങ്ങൾ അതിനെതിരായിട്ട് സംസാരിക്കുന്നത് ആരായിരുന്നാലും തിരുമേനി അനുവദിക്കുമായിരുന്നില്ല. ദൈവത്തിനെതിരായി സംസാരിക്കുന്നുവെന്ന് കണ്ടാൽ അവനെ പിശാചെന്ന് വിളിക്കുവാൻ പോലും തിരുമേനിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അത് സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും ദുഷിപ്പുണ്ട് എന്ന് തോന്നിയാൽ തിരുമേനി അതിനെ ശക്തിയുക്തം എതിർക്കുമായിരുന്നു. അതുകൊണ്ട് ആത്മീക നിറവുള്ള സഭയെ ഇനിയും മുമ്പോട്ട് നയിക്കുവാനായിട്ട് ആത്മീകമായിട്ടുള്ളതായ മാർഗം കാണിച്ചു തരുവാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രകാശ ഗോപുരമാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. എല്ലാവരോടും കൂടെ പ്രത്യേകമായിട്ട് അനുശോചിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ നിലയിലും സഭയിലെ ഒരു എളിയ ശുശ്രൂഷകൻ എന്ന നിലയിലും എല്ലാ അനുശോചനവും അറിയിക്കുന്നു.